ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മഹീന്ദ്രയുടെ പുതിയ XCV9S എന്ന് പറഞ്ഞ വണ്ടിയെ പറ്റിയാണ്. യെസ്, 9E അല്ല, 9E ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. പക്ഷേ ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് മഹീന്ദ്ര രണ്ട് വാഹനങ്ങൾ ലോഞ്ച് ചെയ്ത് 9Eയും അതുപോലെ തന്നെ XCV9യും അതുപോലെ തന്നെ നമ്മുടെ B6ഉം. രണ്ട് വണ്ടികളും അത്യാവശ്യം നല്ല ഹിറ്റായിരുന്നു. മഹീന്ദ്ര പ്രതീക്ഷിച്ച അത്രയും സെയിൽസ് ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇനീഷ്യലി നല്ല സെയിൽസ് റെസ്പോൺസും അതുപോലെ ആൾക്കാരുടെ ഒരു ഗംഭീര റെസ്പോൺസ് അവർക്ക് കിട്ടിയായിരുന്നു. കാരണം ആ സമയത്ത് അത്രയും പവറുള്ള അത്രയും ഫീച്ചേഴ്സുള്ള ടെക് ലോഡഡ് ആയിട്ടുള്ള വേറെ വണ്ടികളൊന്നും വന്നിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഹാരിയർ EV, ഇനിയിപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന സിയറ EV ഒക്കെ ഉള്ളത്. സിയറ EV അല്ലായിരിക്കും ആദ്യം വരുന്നത്, ആദ്യം ഐസ് കൗണ്ടർ പാർട്ടായിരിക്കും വരുന്നത്. ബട്ട് സ്റ്റിൽ എനിവേ, നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന നമ്മുടെ 9യുടെ തന്നെ ഒരു SUV വേർഷൻ ഓർ XUV700യുടെ ഇലക്ട്രിക് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ക്ലോസ്ലി റിലേറ്റഡ് ടു XUV700 തന്നെയാണ്. XUV9 ആയിട്ട് സത്യം പറഞ്ഞാൽ സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ബോഡി ഷേപ്പിൽ പ്രത്യേകിച്ച് ഒരു സിമിലാരിറ്റി ഇല്ല. കാരണം ഇത് കൂപ്പേ ഷേപ്പിലല്ല വരുന്നത്, ഒരു കംപ്ലീറ്റ്ലി SUV സ്റ്റൈലുള്ള ബോഡി ഷേപ്പാണ്. പക്ഷേ ഫ്രണ്ട് ഡിസൈൻ നമുക്ക് കറക്റ്റ് XUV9 പോലെ തന്നെയാണ് ഈ വാഹനം കണ്ടാൽ തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ആക്ച്വലി ലീക്ക് വന്നിരിക്കുന്ന ഇമേജസ് ആണ്. ഈ വണ്ടി കുറേ കാലം മുന്നേ ലീക്കായതായിരുന്നു, ലോഞ്ച് ആവുന്നതിനൊക്കെ മുന്നേ. ഇപ്പോൾ നമുക്ക് അതിന് ലോഞ്ച് ഡേറ്റ് അറിയാം. ഈ നവംബർ 26-നും 27-നും നടക്കാൻ പോകുന്ന സ്ക്രീം ഇലക്ട്രിക് എന്ന് പറഞ്ഞ മഹീന്ദ്രയുടെ ഇവൻറ്റിലാണ് അവർ ഈ വാഹനം അൺവെയിൽ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അൺവെയിൽ മാത്രം, പ്രൈസ് ഒന്നും ഉണ്ടാവില്ല. ഓർ മേ ബി മഹീന്ദ്ര ആയതുകൊണ്ട് ചിലപ്പോൾ ബേസ് മോഡലിൻ്റെ പ്രൈസ് അവർ പറയുമായിരിക്കും. 18 lakhs സ്റ്റാർട്ട് ചെയ്യുന്നു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി പ്രൈസ് വരെ നമ്മൾ 1-2 മാസം വെയിറ്റ് ചെയ്യണം. പക്ഷേ സ്റ്റിൽ 18 lakhs സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഭവമായിരിക്കുമല്ലോ. 18 lakhs സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു. 18.9 lakhs ആയിരുന്നു B6ൻ്റെ പ്രൈസ്. സോ പ്രോബബ്ലി ഇത് 22-23 lakhs അടുത്തൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിവേ, ഫ്രണ്ട് ഡിസൈൻ നിങ്ങൾ കണ്ടു, അത്യാവശ്യം സിമിലർ ആണ് നമ്മുടെ XUV9 ആയിട്ട്. പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല ആക്ച്വലി. പിന്നെ വ്യത്യാസം ആകെപ്പാടെ പറയാൻ പറ്റുന്ന സൈഡിലേക്ക് വരുമ്പം അലോയ് വീൽസിൻ്റെ കാര്യത്തിലാണ്. അതിൻ്റെ അകത്ത് XUV9ൽ കുറച്ചും കൂടെ എയറോ ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് എനിക്ക് കണ്ടിട്ട് ഒരു ഇത്തിരിയും കൂടെ എയറോ സ്പെസിഫിക് ആയിട്ടുള്ള വീൽസ് പോലെ തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ഒരു ക്യാപ്പ് ഉണ്ട്. മറ്റേതിൻ്റെ അകത്തും അവർ ഇനീഷ്യലി കാണിച്ച സമയത്ത് ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു. ഈ വണ്ടിയിൽ ഇപ്പോൾ ഒരു ക്യാപ്പ് കാണുന്നുണ്ട്. ഇനിയിപ്പം സെയിൽസിന് വണ്ടി വരുന്ന സമയത്ത് ആ ക്യാപ്പ് ഊരിക്കളയോ ഓർ എന്തെങ്കിലും സംഭവിക്കാൻ അറിയില്ല. പ്രോബബ്ലി ഇലക്ട്രിക് വണ്ടികൾ വരുന്ന ഒരു സംഭവമാണ് ഇലക്ട്രിക് വീൽസിൽ ഒരു ക്യാപ്പ് ഇട്ട് എയറോ എഫിഷ്യൻസി കൂട്ടുക എന്ന് പറയുന്നത്, റേഞ്ച് കൂട്ടാൻ എന്നവർ അവകാശപ്പെടുന്നു. എനിവേ, അതല്ലാതെ നമുക്ക് ഇതിനകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ഇലക്ട്രോണിക് ടെയിൽ ഗേറ്റ് കിട്ടുന്ന ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. ആൻഡ് ഇതൊരു 7-seater വാഹനമാണ്. SUV ആണ് എന്ന് പറഞ്ഞ് അവർ ബാക്കിലത്തെ സീറ്റിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമുക്ക് 700 ആദ്യം വന്ന സമയത്ത് 5 and 7-seater ലേഔട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തായാലും ഒരു 5-seater ലേഔട്ട് നിർത്തി, 7-seater മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇലക്ട്രിക് ആയതുകൊണ്ട് ഈ വണ്ടിയിലും 3 row of seats കിട്ടുന്നുണ്ട്. ബൂട്ട് സ്പേസ് ആയിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇലക്ട്രിക് വണ്ടിയാണ്. അതിന് പുറമെ 700ൽ തന്നെ പ്രത്യേകിച്ച് ബൂട്ട് സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. സ്പേസ് ഒരിത്തിരി കുറഞ്ഞാലേ ഉള്ളൂ. കാരണം ഫ്ലോറിൽ ഇതിനകത്ത് ബാറ്ററി വരും, അതുകൊണ്ട് ഫ്ലോർ എന്തായാലും കുറച്ചുകൂടെ പൊങ്ങും. അപ്പോൾ പിന്നെ സെക്കൻഡ് റോ സീറ്റ്സ് തന്നെ നമ്മളിപ്പോൾ XUV9 നോക്കിയപ്പോൾ കുറച്ച് പൊങ്ങിയാണ് ഇരുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ വണ്ടിയുടെ തേർഡ് റോയിലേക്ക് വരുമ്പോഴേക്കും അതൊരു ഇത്തിരിയും കൂടെ ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അല്ലാതെ ബാക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ഇപ്പം പൊങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ബാക്ക് ഡിസൈൻ എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. പക്ഷേ ടെയിൽ ലൈറ്റ്സിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന XUV700 വെച്ച് കമ്പയർ ചെയ്യുമ്പം ലൈറ്റ്സിൻ്റെ ആ ഒരു പ്ലേസ്മെൻറ്റ്, ഡിസൈൻ എല്ലാം സെയിം ആണ്. പക്ഷേ അകത്തെ എലമെൻറ്റ്സിൽ വ്യത്യാസമുണ്ട്. അവർ ഉപയോഗിച്ചിരിക്കുന്ന LED ആയിക്കോട്ടെ, അതുപോലെ അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു സാധനങ്ങൾ, അതായത് ലൈറ്റിംഗ് എലമെൻറ്റ്സിലുള്ള വ്യത്യാസമാണ് മെയിൻലി ഉള്ളത്. അല്ലാതെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ടെയിൽ ഗേറ്റിൻ്റെ ഡിസൈനിലും പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് റിയർ ഡിസൈനും സൈഡ് ഡിസൈൻ അലോയ്സ് അല്ലാതെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് 700 പോലെയൊക്കെ തന്നെയായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഈ ഇമേജ് ഞാൻ സൈഡ് പ്രൊഫൈൽ കാണിക്കാൻ വേണ്ടി വെച്ചാണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി അല്ല, അലോയ്സ് കാണിക്കാൻ വേണ്ടി വെച്ചാണ്. കാരണം ഇതിനകത്ത് അലോയ്സ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. 19-inch അലോയ്സ് ആയിരിക്കും. കാരണം നമുക്കിപ്പോൾ പൊതുവേ B6ലും XUV9ലും രണ്ടിലും 19-inch ആണ് കിട്ടുന്നത്. സോ ഇതിനകത്ത് അത് തന്നെയാണ്. ഇനി അടുത്തത് ഇൻറ്റീരിയേഴ്സ് ആണ്. ആൻഡ് ഇൻറ്റീരിയേഴ്സ് ഇതിന് മുന്നേ ലീക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിന്നുള്ളൊരു ലീക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് സെയിം XUV9യുടെ അതേ ഇൻറ്റീരിയേഴ്സ് എന്ന് തന്നെ പറയും. പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലും കിട്ടുന്നത്. മഹീന്ദ്രയുടെ ട്വിൻ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ആക്ച്വലി നിങ്ങൾ എവിടെ നോക്കിയാലും XUV9 തന്നെയായിരിക്കും ഓർമ്മ വരുന്നത്. എനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ല മാറ്റങ്ങളായിട്ടൊന്നും.
ഈവൻ ഫീച്ചേഴ്സ് ആണെങ്കിലും. ബൈ ദ വേ ഇതിനകത്തൊരു വ്യത്യാസമുള്ളത്, നമുക്ക് XUV90 സ്കൈ റൂഫ് ആയിരുന്നു കിട്ടുന്നത്. അതായത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത സൺ റൂഫ് ആയിരുന്നു. പിന്നെ സൺ റൂഫിൽ കുറേ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് സ്കൈ റൂഫ് ആയതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റിയ, കാരണം തുറക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ അകത്ത് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല, നമുക്ക് പാനോറാമിക് സൺ റൂഫ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോഴത്തെ ലീക്സിലും അതുപോലെ അവർ ടീസ് ചെയ്തിരിക്കുന്നതിലും കറക്റ്റായിട്ട് നമുക്ക് പാനോറാമിക് സൺ റൂഫ് ആണെന്ന് കാണാം. അതുകൊണ്ട് ഡൗൺ സൈഡ് അതിൻ്റെ അകത്ത് ലൈറ്റ്സ് ഉണ്ടാവില്ല, അതായത് റൂഫിൽ ഗ്ലാസ്സിൽ ലൈറ്റ്സ് ഉണ്ടാവില്ല. സൈഡിൽ ആംബിയൻ ലൈറ്റൊക്കെ ഉണ്ടാവും, ടാറ്റ സഫാരിയിലൊക്കെ കൊടുക്കുന്ന പോലെ. പക്ഷേ തുറക്കുന്ന സൺറൂഫ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, ഓർ പാനോറമിക് സൺറൂഫ് ഓർ വോട്ടെവർ അതിഷ്ടമുള്ള ആൾക്കാരുണ്ട്. സോ അവർക്ക് ഇതൊരു നല്ല ന്യൂസ് ആയിരിക്കും. പിന്നെ നമുക്കറിയാവുന്ന പോലെ 16 സ്പീക്കർ സിസ്റ്റം ഓഡിയോയ്ക്ക് വേണ്ടി, അതുപോലെ മൂഡ് ലൈറ്റിംഗ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആൻഡ് പിന്നെന്താ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഞാനിപ്പോൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടി പോകും, അതുകൊണ്ട് എൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം XUV90ലും B6ലും എന്തോരം ഫീച്ചേഴ്സ് ഉണ്ടെന്ന്. ലെവൽ 2 ADAS ഉണ്ട്, അതിനകത്ത് തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. വണ്ടിക്ക് തന്നെ ഫ്രണ്ടിലോട്ട് വരാം, ബാക്കിലോട്ട് പോകാം. കൂടുതലാരും ഇത് ഉപയോഗിക്കാറില്ല, പക്ഷേ സ്റ്റിൽ വണ്ടിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ കുറേ ടീസേഴ്സും ഇപ്പോൾ ഈ അടുത്തായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 2 ടീസറേ വന്നിട്ടുള്ളൂ. എൻ്റെ രണ്ടാമത്തെ ടീസർ വന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെന്യൂവിൻ്റെ ലോഞ്ച് നാളെയാണ്. സോ എനിക്ക് വീഡിയോ നാളെ ഇടാൻ പറ്റില്ല. ഞാനിത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. അപ്പോഴേക്കും മിക്കവാറും മഹീന്ദ്ര പിന്നെയും കുറേ ടീസേഴ്സ് ഇറക്കിയിട്ടുണ്ടാവുമായിരിക്കും. ടിപ്പിക്കൽ മഹീന്ദ്ര ഇനിയും വണ്ടി ലോഞ്ച് ആവാൻ 20 ദിവസം കൂടെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തായാലും ഇഷ്ടംപോലെ ടീസേഴ്സ് ഇറക്കണം. അതുകൊണ്ട് അത് അവർ ചെയ്യും. ഏതായാലും ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന ടീസറിലാണെങ്കിലും ഈ വണ്ടിയുടെ ഡിസൈൻ, ഫ്രണ്ട് ഡിസൈൻ, റിയർ ഡിസൈൻ എല്ലാം ക്ലിയർലി എവിഡൻ്റ് ആണ്. നമുക്ക് ഫ്രണ്ട് ഡിസൈൻ 9E പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് 9Sൻ്റെ ബാഡ്ജിങ് അവർ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആണ്. നമ്മളിപ്പോൾ 9E, XUV90, ഓൾറെഡി XEV സ്റ്റഫ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. XUV700 ഉണ്ട്, XEV90 ഉണ്ട്, ഇപ്പോൾ XEV9S ഉണ്ട്. B6 തന്നെ പോട്ടെ, അത് നമുക്കല്ലാണ്ട് പറയാൻ പറ്റും. പക്ഷേ XUV3XO, XUV700, XEV90, XEV9S, ഓക്കെ. ഇനിയും XE ഓർ XUV എല്ലാത്തിലും കുറേ വണ്ടികൾ അവർ ഒറിജിനലി പറഞ്ഞതനുസരിച്ച് വരാനും ഉണ്ട്. അതുകൊണ്ട് എല്ലാം കുറേ കോഡ്സുമായിട്ട് കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് പോട്ടെ, നമുക്ക് പവർ ട്രെയിൻ ഓപ്ഷൻസിനെ പറ്റിയൊക്കെ പറയാം. ഇതിൻ്റെ അകത്ത് പവർ ട്രെയിൻ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് സെയിം B6ലും XUV90ലും കിട്ടുന്ന 59 kWh 79 kWh ബാറ്ററി പാക്സ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തായിരിക്കും മഹീന്ദ്രയുടെ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ ഈ ഒരു സീരീസിൽ വരുന്ന വണ്ടികളിൽ ഓൾ വീൽ ഡ്രൈവ് അവർ ആദ്യമായിട്ട് ഓഫർ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതൊരു കൂപ്പ SUV അല്ല, ഇതൊരു റിയൽ SUV ആയിട്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് കൺഫിഗറേഷൻസ് ആണ് ഈ വാഹനത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് റിയർ വീൽ ഡ്രൈവിൽ തന്നെ മഹീന്ദ്ര 286 bhp ആണ് ജനറേറ്റ് ചെയ്യുന്ന വണ്ടികളാണ് അത് ഇറക്കിയത്. 6.7 സെക്കൻഡ്സിൽ 0-100 എത്താൻ കേപ്പബിളും ആയിരുന്നു. ഇനിയിപ്പോൾ അവർ ഓൾ വീൽ ഡ്രൈവ് ഇറക്കാമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ക്ലോസ് ടു 400 bhp എക്സ്പെക്ട് ചെയ്യാം. ഹാരിയർ EV ആക്ച്വലി 400 bhp 396 bhp ആണ്. പക്ഷേ അതിന് റിയൽ ലൈഫിൽ 330 bhp ആണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, കാരണം എൻ്റെ ബാറ്ററി അത്ര സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ മഹീന്ദ്ര ബീങ് മഹീന്ദ്ര ആൻഡ് അവരുടെ ബാറ്ററി സോഴ്സ് ചെയ്തിരിക്കുന്ന BYD എന്നാണ്. പിന്നെ BYDക്ക് 1000 HP വണ്ടികളും 1500 HP വണ്ടികളും എന്നൊരു വിഷയമേ അല്ലാത്തതുകൊണ്ടും അവരുപയോഗിക്കുന്ന ബാറ്ററി പ്രോബബ്ലി 900 HP സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അവർക്കും വേണമെങ്കിൽ ഇതുപോലെ മാക്സിമം 400 bhp ഉള്ള വണ്ടി ഉണ്ടാക്കാം. 400 bhp ഉള്ള വണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ 5 to 6 സെക്കൻഡ്സിനിടയിൽ 0-100 ടൈമും അച്ചീവ് ചെയ്യാൻ പറ്റും. അത്രയും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗ്രേറ്റ്, അടിപൊളിയായിരിക്കും. കാരണം അത്രയും പവറുള്ള ഒരു ഇന്ത്യൻ വണ്ടി നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത്. എനിവേ ഗൈസ്, നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.